ബ്രഹ്മാവിൻ്റെ കഥകൾ. പുരാതന കാലത്ത് ഈ ലോകമോ നക്ഷത്രങ്ങളോ ഉണ്ടായിരുന്നില്ല. പ്രളയകാലത്ത് സർവവും വെള്ളത്തിനടിയിലായിരുന്നപ്പോൾ ലോകരക്ഷകനായ വിഷ്ണു ഒരു ശിശുവിൻ്റെ വടിവിൽ ഒരരയാലിലപ്പുറത്ത് വെള്ളത്തിൽ പമ്മിക്കിടന്നു. അദ്ദേഹത്തിൻ്റെ നാഭിയിൽ നിന്നും ഒരു ചെന്താമര പൊട്ടിവിരിഞ്ഞു. അതിൽ നിന്നും അദ്ദേഹത്തിൻ്റെ അംശം കൊണ്ട് തന്നെ ബ്രഹ്മദേവൻ ജാതനായി. സർവവും പ്രളയസാഗരത്തിൽ മുങ്ങിക്കിടന്ന ഈ അവസരത്തിൽ താൻ എങ്ങനെ ഉണ്ടായി, ഈ താമരമലരിൻ്റെ ഉൽപ്പത്തി എവിടുന്നാണ് എന്നുള്ള അത്ഭുത ചിന്തയോടെ ബ്രഹ്മാവ് 4 ദിക്കിലേക്കും മുഖം തിരിച്ചു നോക്കിയതിനാൽ 4 മുഖങ്ങളും 8 നയനങ്ങളും അദ്ദേഹത്തിന് അപ്പോൾ ഉണ്ടായി. വിസ്മയവിവശനായി അദ്ദേഹം ആ താമരത്തണ്ടിൽ കൂടി താഴോട്ട് ഇറങ്ങി. അപ്പോൾ ദിവ്യമോഹനമായ വൈകുണ്ഠത്തെയും അനന്തനാകുന്ന പള്ളിമെത്തയിന്മേൽ ശയിക്കുന്ന നാരായണമൂർത്തിയെയും കണ്ടു. ബ്രഹ്മാവ് താണു വണങ്ങി നമസ്കരിച്ചു. താൻ നൽകിയ ദിവ്യശക്തിംശ മഹിമ കൊണ്ട് സൃഷ്ടി നടത്തുവാൻ വിഷ്ണുദേവൻ പിതാവിനോട് അരുളി ചെയ്തു. അതോടൊപ്പം വേദങ്ങളും ഉപദേശിച്ചു കൊടുത്തു. സൃഷ്ടി. ബ്രഹ്മാവ് ആദ്യമായി 14 ലോകങ്ങളുമടങ്ങിയ സ്വർഗം, ഭൂമി, പാതാളം എന്നീ 3 ലോകങ്ങളെ സൃഷ്ടിച്ചു. ത്രിലോകം, ത്രിഭുവനം എന്നൊക്കെയുള്ള നാമങ്ങളും അവയ്ക്കുണ്ടായി. ഭൂമി എപ്പോഴും വെള്ളനിരപ്പിൽ തന്നെ കിടന്നിരുന്നു. ഒരിക്കൽ ശ്രീനാരായണമൂർത്തി നിദ്രയിൽ ലയിച്ചു കിടക്കുമ്പോൾ ചെവിയിൽ എന്തോ കടിയുടെ അസഹ്യത തോന്നുകയാൽ അദ്ദേഹം തൻ്റെ ചെറുവിരൽ തുമ്പിനാൽ കർണമലം എടുത്ത് ദൂരേക്ക് എറിഞ്ഞു. തൽക്ഷണം അതിൽ നിന്നും മധു എന്നും കൈഡഭൻ എന്നും പേരായ 2 അസുരപ്രവീണർ ഉത്ഭവിച്ചു. വിഷ്ണുവിൻ്റെ പൊക്കിളിൽ മുളച്ചു നിൽക്കുന്ന ചെന്താമര സ്ഥാനത്തിൽ ഇരിക്കുന്ന ബ്രഹ്മദേവനെ ആക്രമിക്കാനായി അവർ പാഞ്ഞെടുത്തു. നാൻമുഖൻ്റെ വിഷമാവസ്ഥ കണ്ട് വിഷ്ണു ഭഗവാൻ അവരെ തടുത്തുപിടിച്ചു. തൻ്റെ തൃത്തുടമേൽ നിർത്തി സുദർശനത്താൽ നിധനം ചെയ്തു. അവരുടെ മേധസ് ജലനിരപ്പിൽ കിടന്നിരുന്ന ഭൂമിയിൽ വീണ് ഒരു കരയായി പരിണമിച്ചു. മേധസ്സിൽ നിന്നും ഉയർന്നു വന്നതുകൊണ്ട് ഈ ധരാതലത്തിന് മേദിനി എന്ന പേരും സിദ്ധിച്ചു. അനന്തരം ബ്രഹ്മാവ് വിഷ്ണുദേവനെ ധ്യാനിച്ചുകൊണ്ട് സനകൻ, സനതൻ, സനാതനൻ, സനൽകുമാരൻ എന്ന 4 മുനികളെ സൃഷ്ടിച്ചു. ബ്രഹ്മാവിൻ്റെ ആദ്യത്തെ സൃഷ്ടിയാണത്. അദ്ദേഹം അവരോട് പ്രജകളെ സൃഷ്ടിക്കുവാൻ ആജ്ഞാപിച്ചു. സദാ വിഷ്ണുഭക്തിയിൽ മാത്രം ലീനചിത്തരായി വർത്തിച്ചിരുന്ന അവർ പിതാവിൻ്റെ ആജ്ഞ അനുസരിക്കുന്നതിൽ വിമുഖരായിത്തീർന്നു. തൻ്റെ പുത്രന്മാരായ സനകാദികൾ തൻ്റെ ആജ്ഞയെ ധിക്കരിച്ചതുകൊണ്ടു മൂലമുണ്ടായ കോപം ബ്രഹ്മാവ് അടക്കിയെങ്കിലും അതിൻ്റെ ഫലമായി അദ്ദേഹത്തിൻ്റെ ഭൂമധ്യത്തിൽ നിന്ന് ഋഢൻ എന്ന ശിവൻ എന്ന രുദ്രൻ ഉത്ഭവിച്ചു. ആ രുദ്രൻ വിഭിന്ന രൂപികളായ 11 രുദ്രന്മാരായി ആകൃതി കൈക്കൊണ്ടു. അവരുടെ പേരുകൾ ഇപ്രകാരമാണ്: മനു, മന്യ, മഹാദേവൻ, മഹാൻ, ശിവൻ, കൃതധ്വജൻ, ഗുരുരേതസ്, ഭവൻ, കാലൻ, വാമദേവൻ, ധൃതവ്രതൻ എന്നിങ്ങനെ 11 രുദ്രന്മാരുണ്ടായി.